PC ജോർജ് തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ പലരും ഞെട്ടുകയാണ്. പ്രത്യേകിച്ച് BJP പ്രവർത്തകർ പോലും ഞെട്ടിത്തിരിക്കുകയാണ്. അവർ പറയേണ്ട കാര്യങ്ങളാണ് PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PC ജോർജിനെ പിന്തുണയ്ക്കാൻ ഒരുപാട് പേർ രംഗത്തെത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലൊക്കെ PC ജോർജിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരവധി പേർ. കാരണം PC പറയുന്നത് ഇല്ലാത്ത കാര്യമല്ല, PC പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന പലരുമുണ്ട്. ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും PC പറയുന്ന എല്ലാ കാര്യങ്ങളോടും മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ നമുക്കും യോജിപ്പില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ ശരിയുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ, ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളിൽ നമ്മളും PC-ക്കൊപ്പമാണ്. അപ്പോൾ കുറേ ആളുകൾ പറയുന്നത് PC ജോർജ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തിയാൽ 2026 കേരളത്തിൽ BJP അധികാരം പിടിക്കും. 75 സീറ്റിന് മുകളിൽ BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് K. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ആൾ കുറവുള്ള ആളോ എന്തെങ്കിലും മോശക്കാരനാണെന്നോ അല്ല പറയുന്നത്. അദ്ദേഹത്തെക്കാൾ ഒരുപക്ഷെ കുറച്ചുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിലപാടുകൾ വ്യക്തമാക്കി സത്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത 50-ലേറെ വർഷക്കാലം MLA ആയി സേവനമനുഷ്ഠിച്ച രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളാണ് PC ജോർജ്. അങ്ങനെയുള്ള PC ജോർജ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചാൽ, BJP സ്നേഹിക്കുന്ന ആളുകൾ മാത്രമല്ല കേരളത്തിലെ ഒരു മൂന്നാം മുന്നണി വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ആഗ്രഹിച്ചാൽ അതിന് തെറ്റു പറയാൻ കഴിയുമോ? യഥാർത്ഥത്തിൽ ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. കാര്യം BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ BJP വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. എല്ലാ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് അത് BJPയുടെ വിജയമെന്ന് മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ സുരേഷ് ഗോപിയുടെ പങ്ക് വളരെ വലുതാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പങ്ക്, അതിനൊപ്പം സംഘടനയുടെ പങ്കുമുണ്ട്. പക്ഷേ BJP പലയിടത്തും ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അവിടെ BJP ജയിക്കാതിരുന്നത് BJPയിലെ പടലപ്പിണക്കങ്ങൾ, അവിടെ വേണ്ടത്ര വിധത്തിലുള്ള ഈ പറയുന്നത് പോലെ പ്രചരണത്തിലുള്ള പാളിച്ചകൾ, അതുപോലെ ഗ്രൂപ്പ് പോര്, ഇതൊക്കെ വലിയ വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് മത്സരിച്ച സ്ഥാനാർത്ഥി വിജയിക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്തം BJPക്ക് മാത്രമാണെന്ന് ഞാൻ പറയും. കാരണം കുറച്ചുകൂടി അവിടെ ശ്രദ്ധിക്കുകയും BJPയുടെ എല്ലാ വോട്ടുകളും രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി പോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിച്ചേനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ കരുതുന്നു രാജീവ് ചന്ദ്രശേഖറെ പോലുള്ള ഒരാൾ വിജയിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിൽ നല്ലത് ശശി തരൂർ തന്നെയാണ്. കാരണം ഹൈന്ദവീയം മുന്നോട്ട് വയ്ക്കുന്ന BJP സർക്കാർ, ഹിന്ദു രാഷ്ട്രം വരണമെന്നല്ല അവർ പറയുന്നത്, ഹൈന്ദവ വികാരങ്ങൾ കുറച്ചുകൂടി കൂടുതലായി കാണുന്ന BJP സർക്കാരിനോടൊപ്പം നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ചാനൽ മേധാവിയായിരിക്കുന്ന ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് സെലിബ്രിറ്റി മാധ്യമപ്രവർത്തക എന്ന് പറയുന്ന സിന്ധു സൂര്യകുമാർ കുംഭമേളയ്ക്കെതിരെ നടത്തിയ അധിക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, വിമർശനങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും അവർക്കെതിരെ ഒരു നടപടി പോലും സ്വീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു BJP നേതാവിന് കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം BJPക്കാരനെന്ന് പറയുന്നതിനെ നാണക്കേടാണ്. അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ ആരും വിജയിപ്പിക്കരുത് എന്ന് മാത്രം. അദ്ദേഹം ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നാൽ പോലും പല BJPക്കാരും അതിനെ തള്ളിപ്പറയാനേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് സിന്ധു സൂര്യകുമാറിനെ പോലുള്ള ഒരാൾ പറഞ്ഞ ശുദ്ധ തോന്നിവാസം, അങ്ങനെ തന്നെ പറയണം അതിനെ. ആ ഒരു തോന്നിവാസത്തെ അനുകൂലിക്കുകയോ അവർക്കെതിരെ ഒരു നടപടി എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും. പക്ഷേ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കാതെ പോയത് ഈ ഒരു കാര്യം കൊണ്ടാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തത്, രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസുമായി ബന്ധപ്പെട്ട്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മൊത്തത്തിലുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരന് ഒരു മേജർ ഓഹരി ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന് അവിടെ കാര്യമായ ഓഹരി വിഹിതം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 7%, 8% മാത്രം ഓഹരിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ഏഷ്യാനെറ്റ് ന്യൂസിലുള്ളത്. മറ്റ് പല ഓഹരി ഉടമകൾക്കും അതിൽ കൂടുതൽ ഓഹരിയുള്ള ആളുകൾ അവിടെയുണ്ട്. അവരാണിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യവുമാണ്. അതും കൂടെ നമ്മൾ കാണണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന് ഇവരിലൊക്കെ സ്വാധീനമുണ്ട്. അവരോട് കൃത്യമായി കാര്യം പറയാമെന്നതിലപ്പുറത്തേക്ക് ഒരു നടപടി എടുത്ത് പുറത്തേക്ക് പോകത്തക്ക രീതിയിലുള്ള ഒരു പവർ രാജീവ് ചന്ദ്രശേഖരൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെ പറയണം എന്നാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായ വശം. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു നടപടി എടുക്കാൻ കഴിയാതിരുന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇനി അതല്ല രാജീവ് ചന്ദ്രശേഖർ മനഃപൂർവ്വം നടപടി എടുക്കാതിരിക്കുകയാണ് ചെയ്തതെങ്കിൽ അതൊരിക്കലും ശരിയുമല്ല. അദ്ദേഹത്തെ ന്യായീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. മാത്രമല്ല അത് BJP-യോട് അദ്ദേഹം ചെയ്ത തെറ്റാണ്, അത് അദ്ദേഹം വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. രണ്ടാമത്തത്, ഇപ്പം തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിന്ന് പോകുന്ന BJP-ക്ക് കുറച്ചുകൂടി ഹിന്ദു വോട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM-നകത്താണ് ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് ബാങ്ക് ഉള്ളത്. ആ ഹിന്ദു വോട്ട് ബാങ്ക് പിന്നെയുള്ളത് കോൺഗ്രസിനകത്താണ്. അത് ആ ഒരു വോട്ട് ബാങ്ക് നേരെ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് കാലങ്ങളായുള്ള BJP-യുടെ പ്രവർത്തനം, BJP-യെ സംബന്ധിച്ച് BJP പറയുന്ന ആശയം, ഇതൊക്കെ ശരിയാണ് എന്ന് പുതിയ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൂലവും പുതിയ ഈ വളരുന്നതിനനുസരിച്ച്, അതായത് ഫേസ്ബുക്കും ട്വിറ്ററും ഉൾപ്പെടെയുള്ള ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ വളരുന്നതിനനുസരിച്ച് ആളുകൾക്ക് കൂടുതൽ BJP-യെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJP-യിലേക്ക് കൂടുതൽ ഹിന്ദുക്കൾ ഷിഫ്റ്റ് ആവുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം കേരളത്തിലൊരു ഭരണം പിടിക്കുക അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനത്തെത്തുക എന്നത് വേണമെങ്കിൽ അവിടെ എന്ത് വേണം? ക്രിസ്ത്യാനികളുടെ കൂടെ പിന്തുണ നിർബന്ധമായും കിട്ടണം. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് തൃശ്ശൂർ ക്രിസ്ത്യൻ വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ സുരേഷ് ഗോപി വിജയിക്കുമായിരുന്നോ? ഇല്ല, വിജയിക്കില്ല. അപ്പൊ ക്രിസ്ത്യൻ വോട്ടാണ് സുരേഷ് ഗോപിയെ ഇത്രമേൽ നല്ല രീതിയിലേക്ക് എത്തിച്ചത്. ഇപ്പൊ തന്നെ PC-ക്ക് KCBC-യുടെ ഒക്കെ പിന്തുണയില്ലേ? ഉണ്ട്, KCBC-യുടെ പിന്തുണയുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ ഒരു ഹിന്ദു ഐക്യത്തിലേക്ക് കേരളത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയാനും ഈ PC-യുടെ ഒരു ഗുണം എന്താണെന്നറിയോ? PC-യുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ കപട രാഷ്ട്രീയക്കാരെ പോലെ അല്ല അദ്ദേഹം സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം വിളിച്ചു പറയും. ഇപ്പം ലവ് ജിഹാദിനെ പറ്റി മിണ്ടാൻ ഭയമാണ് ആളുകൾക്ക്. ഇപ്പം ഇവിടെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ അത് പറയാൻ ഭയമാണ്. ഈ തീവ്രവാദികൾക്കെതിരെ സംസാരിക്കാൻ ഭയമാണ്. ഹമാസ് തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന് പറയാൻ ഭയമാണ്. അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് എന്ന് പറയേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ള ഇടത് വലത് മുന്നണികൾ. പക്ഷെ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് PC പറയേണ്ട കാര്യം PC പറയും. പക്ഷെ ആ പറയുന്നതിൽ എവിടെയെങ്കിലും എന്തായിരിക്കും ഒരു ടങ് സ്ലിപ്പ് കൊണ്ട്, PC-യുടെ നാടൻ ഭാഷ കൊണ്ട് ചിലപ്പോൾ ചില അബദ്ധങ്ങൾ വരാറുണ്ട്. അത് നമ്മൾ കേൾക്കുമ്പോൾ അതൊരു തെറ്റായിട്ട് നമുക്ക് തോന്നാം, ഒരു പക്ഷേ പൊതുസമൂഹത്തിൽ തോന്നാം. അവിടെയാണ് PC-യുടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ പറയാനും അത് കോർഡിനേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനും PC എന്ന് പറയുന്നൊരു മാധ്യമം, അങ്ങനെ തന്നെ പറയാം, PC-യെ പോലൊരു മാധ്യമം വേറെ ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് BJP-ക്ക് ഒരുപാട് ഗുണം ചെയ്യും. പക്ഷേ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് PC വരണോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ പല ഘടകങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. പക്ഷേ PC ജോർജ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം പ്രായമായ ഒരാളാണ് PC ജോർജ്. അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഈ സംഘടനാപരമായി ഒരു BJP-യെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആരോഗ്യം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. BJP പോലുള്ള ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകണമെങ്കിൽ വളരെയധികം കഷ്ടപ്പാടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ PC ജോർജ് പെട്ടെന്ന് ഈ പറയുന്നത് പോലെ പ്രഷർ കയറുന്ന ഒരാളാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെ 10 പറയും. അതാണ് PC ജോർജിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതൊരു സംഘടനയെ നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു രീതിക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. PC-യെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക, PC-ക്ക് സംഘടനാപരമായ ചുമതലകൾ കൊടുക്കാം, PC-യെ ആ രീതിയിൽ കോർഡിനേറ്റിങ്ങോ അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ക്രിസ്ത്യൻ ഹിന്ദു ഐക്യത്തിൻ്റെ ഒരു നേതാവാക്കി PC-യെ മാറ്റാം. പക്ഷേ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൽ ചില മാനദണ്ഡങ്ങളുണ്ട്, അതിൽ മറ്റ് ചില കാര്യങ്ങളുണ്ട്. അത് PC അയോഗ്യനായതുകൊണ്ടല്ല, PC-യുടെ ആരോഗ്യ പ്രശ്നം, PC-യുടെ പല കാര്യങ്ങൾ, ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ വായിക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നത് PC-യേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഷോൺ ജോർജാണ്. അതായത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്തുകൊണ്ടും യോഗ്യൻ ഷോൺ ജോർജാണ്. കാരണം യുവാവാണ്, വളരെ കൃത്യമായി കാര്യം പറയുന്ന ആളാണ്, എന്തടാ എന്ന് ചോദിച്ചാൽ ഏതടാ എന്ന് ചോദിക്കുന്ന നേതാവാണ്. PC ജോർജിൻ്റെ അതേ രക്തമായതുകൊണ്ട് തന്നെ ആ ഗുണം എല്ലാം ഷോൺ ജോർജിനുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയാത്ത ഒരാളാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത്. അതായത് ആവശ്യമില്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ ചിലപ്പം ഇപ്പം MM മണിയും PC ജോർജും ഒക്കെ എന്ത് സംസാരിക്കുമ്പോഴും കുറച്ചുകൂടെ കടന്ന് സംസാരിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ അത്തരം കടന്ന് സംസാരങ്ങൾ ഒരു പക്ഷേ ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കും രീതി ഷോൺ ജോർജ് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാർക്കുള്ള ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കോലാഹലങ്ങൾ കാണിക്കുന്ന ചെറുപ്പക്കാർക്കുള്ള ഒരു ബഹളം കൂട്ടുന്ന രീതിയാണ് ഷോൺ ജോർജ് വളരെ പക്വമായ, ഇന്നലെ തന്നെ ആ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കും അതിനുള്ള അവസരം കൊടുക്കാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഇവിടെ ഒരു വസ്ത്രം ധരിച്ചാൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചോദ്യം ചെയ്യുന്നത്? അപ്പോൾ ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഇവിടെ എന്നൊരു വലിയ ചോദ്യമില്ലേ?
മിണ്ടിയാൽ PC ജോർജിനെതിരെ കേസ് എടുക്കുക എന്ന് പറയുന്നത് എവിടത്തെ നിലപാടാണ്? അപ്പോൾ ഒരു സമുദായത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ വാ അടപ്പിക്കും ഞങ്ങൾ ഇത്തരത്തിലൂടെ. അതുകൊണ്ട് ഇനി ആരും ഞങ്ങൾക്കെതിരെ ഒരു വാക്ക് പോലും ശബ്ദിക്കരുത് എന്ന് PC-യിലൂടെ പലരും കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ പോലീസ് പറയുന്നത് എന്താണ്? പറഞ്ഞതിലെ കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്തിട്ട് മാത്രം കേസ് എടുത്താൽ മതി എന്നുള്ളതാണ് മുകളിൽ നിന്നുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം. അതിന്റെ കാരണം എന്താണ്? PC ഇപ്പോൾ കേരളത്തിലെ ഹീറോയാണ്. കാരണം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും കൂടി PC ഇങ്ങനെ ഒരിക്കൽ യൂത്ത് ലീഗ് ഹീറോയാക്കി അദ്ദേഹം ഒന്ന് താഴെ വന്നിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് വീണ്ടും അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ട് വരികയാണ് യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗും മറ്റ് സംഘടനകളും എല്ലാം കൂടി. ഇവിടെ PC പറഞ്ഞതിലെ തെറ്റെന്തെന്നാണ് ചോദ്യം. അല്ല, അത് PC-ക്കെതിരെ ഓരോ തവണ കേസെടുക്കുമ്പോഴും ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം കൂടുതൽ ഉണ്ടായി വരുന്നു എന്നുള്ളത് CPM മനസ്സിലാക്കിയിട്ടുണ്ട്. CPM അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് CPM ഈ കേസെടുക്കുന്ന കാര്യത്തിൽ ഒന്ന് ചവിട്ടിപ്പിടിച്ചത്. യഥാർത്ഥത്തിൽ CPM കേസെടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊരു വിഷയമാക്കരുത് എന്ന് തന്നെയാണ് CPM ഉള്ളിലുള്ള നിലപാട്. കാരണം ഇത് വിഷയമായാൽ വോട്ട് പോവുക CPM കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെയാണ്. പക്ഷെ ആ വിവരം യൂത്ത് കോൺഗ്രസിന് വേണ്ടേ? ഈ VD സതീശനൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്നിട്ടുണ്ട്, എന്തിന്റെ കേടാണ് ഇവന്മാർക്ക് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. യൂത്ത് ലീഗ് പരാതിയുമായി പോകുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ വോട്ട് അവിടെയാണ്. പരാതി കൊടുത്തില്ലെങ്കിലാണ് അവർക്ക് വോട്ട് പോവുക. പക്ഷെ കോൺഗ്രസിന്റെ സ്ഥിതി അതല്ല. കോൺഗ്രസ് പരാതി കൊടുത്താലാണ് കോൺഗ്രസിന് വോട്ട് പോവുക. ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ളത് ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ കോൺഗ്രസിൻ്റെ ആ ഒരു അവസ്ഥ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. PC പറഞ്ഞതിൽ തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സമുദായത്തിനെതിരെ PC പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ വളച്ചൊടിക്കുകയാണ്. ഞാൻ പറയുന്നു മുത്തലാഖ് നിയമവിരുദ്ധമാണ്. മുത്തലാഖ് ഇപ്പം അടുത്തൊരു ആൾ മുത്തലാഖ് ചൊല്ലി മുത്തലാഖിനെതിരെ ഈ കർശന നടപടി സ്വീകരിക്കണം, ഇതൊരു സമുദായത്തിനെതിരാണ്, ഇയാൾക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരെ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് ആ സമുദായത്തിനെതിരെ അല്ല, ആ സമുദായത്തിലെ വൃത്തികെട്ട പ്രവണതയ്ക്കെതിരെയാണ്. അതാണ് എൻ്റെ ഒരു ഭാഗം. പക്ഷെ അത് സമുദായത്തിനെതിരെയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഈ മുത്തലാഖ് എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ക്ഷമിക്കണം, ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും കൂടെ ചേർന്ന് രാവിലെ തൊട്ടിറങ്ങിയ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് പറഞ്ഞ് നടക്കുകയാണോ? അല്ല, ഇതിലെ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം വിഭാഗത്തിലെ ഒരു ന്യൂനപക്ഷ തീവ്ര വിഭാഗങ്ങളാണ് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നേരെയാണ് ഈ വിമർശനം വരുന്നത്. അത്തരത്തിലൊരു വിമർശനം വരുമ്പോൾ അതിനെ ആ നിലയ്ക്ക് കാണാതെ ഞങ്ങൾക്ക് നേരെ ആക്രമിക്കുന്നേ എന്ന് പറയുന്നത് എന്തിനാണ്? എനിക്ക് ചോദിക്കാനുള്ളത്, പ്രിയപ്പെട്ട ഇസ്ലാം സഹോദരങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഈ ചാപ്പ വലിച്ച് തലയിൽ കെട്ടുന്നത്? നിങ്ങൾ ലവ് ജിഹാദ് ഉണ്ടെങ്കിൽ, തീവ്രവാദം ഉണ്ടെങ്കിൽ, രാജ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കൂ എന്നല്ലേ പറയേണ്ടത്? നിങ്ങൾ വെറുതെ എന്തിനാണ് ഞങ്ങളുടെ ശരി ഇതെൻ്റെ നിരക്ക് എന്തിനാണ് അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയുന്നത് പോലെ ഇത് ഏൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് PC ജോർജ് പറഞ്ഞ കാര്യത്തിൽ വലിയ തെറ്റൊന്നുമില്ല. മാത്രമല്ല അത് ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിൽ നടക്കുന്നുണ്ട്, അജണ്ട വെച്ച് നടപ്പിലാക്കുന്നുണ്ട്. ആ കാര്യം തെളിയിക്കാനുള്ള വസ്തുതകളും തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. അത് അനുഭവപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അനുഭവിച്ച ആളുകൾ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളോടൊന്നും പറയാനില്ല. അത് തന്നെയാണ് കപട മതേതരത്വത്തിൻ്റെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും പറ്റുമെങ്കിൽ ഷോൺ ജോർജ് അധ്യക്ഷനായി വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം.